ഇന്നത്തെ വ്ളോഗിൻ്റെ കൂട്ടുകാരൻ്റെ നിശ്ചയമാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഫുഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണം കേട്ടോ. ഞാനും മൂസിന് നേരത്തെ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയൊരു സെൽഫി വീഡിയോ എടുക്കാമെന്ന്. ആ സെൽഫി വീഡിയോ കണ്ടത് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി മെയിൻ പരിപാടി ഫുഡാണല്ലോ, അപ്പോൾ ഒന്ന് ചോറ്ററെ പോയേക്കാന്ന് ഇങ്ങനെ തോന്നി. അവിടെ എത്തിയപ്പോൾ 2 മുസ്തഫ കാക്കമാരെ കണ്ട്. 2 പേര് മുസ്തഫ കേട്ടോ. അതാണ് ഞാൻ മുസ്തഫ കാക്കമാർ എന്ന് പറഞ്ഞത്. ഒരവിടെ ഉണ്ടാക്കണത് ബിരിയാണി, മന്തി, പിന്നെ ബാക്കി കുറച്ച് സൈഡുകളുണ്ട്. അത് ഞാൻ പതുക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇങ്ങനെ നിന്നപ്പോൾ മുസ്തഫാക്ക് എന്നോട് പറഞ്ഞു ആ പൊരിച്ച മീനിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കി പറയാൻ വേണ്ടി പറഞ്ഞിട്ടോ. ഞാനത് നോക്കണതാണ് കേട്ടോ. മീനപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. രാവിലെ വന്നുകൊണ്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി വീട്ടിൽ പോകണം കേട്ടോ. അപ്പോഴാണ് ഇവരെ എൻട്രി, മൂസിനും ഭാര്യയും. അങ്ങനെ ഡ്രസ്സ് മാറ്റി വന്ന് ഞാൻ സപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് സപ്ലൈൻ്റെ പേരിൽ ഉള്ളിലേക്ക് നല്ല സപ്ലൈ ആക്കുകയാണ് പോപ്പും പള്ളി കേട്ടോ. ഇത് ചോറിന് വേണ്ടിയിട്ടുള്ള സൈഡ് സെറ്റാക്കുകയാണ് കേട്ടോ തളികയിൽ. പിന്നെ മീൻ പൊരിച്ചത്, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ചിക്കൻ പൊരിക്കുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ. മുസ്തഫാക്ക ഫസ്റ്റ് തട്ട് സെറ്റാക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഇത് നമ്മൾ പിന്നെ നാട്ടിലെ സീനിയർ ഗ്യാങ്ങും ജൂനിയർ ഗ്യാങ്ങും ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നത്. ഇടയിൽ ഞാനും പോപ്പിൻ്റെയും മുസ്ഫിറിൻ്റെയും സഞ്ജുവിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇങ്ങനെ ജസ്റ്റ് എടുത്തതുള്ളൂ കേട്ടോ. സനൂപും പോപ്പും എന്താ സംസാരിക്കേണ്ടത് എന്താ എനിക്കറിയില്ലേ. അങ്ങനെ ഞാൻ ബിരിയാണി ഇട്ട് അതിൻ്റെ കൂടെ ചിക്കനും ചെമ്മീൻ റോസ്റ്റും ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി നല്ല അങ്ങോട്ട് തിന്ന്. അങ്ങനെ എല്ലാവരും ഫുഡ് തിന്ന് ഞാനും തിന്ന് നേരെ മുസ്തഫാക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഫുഡ് ഒരു രക്ഷയില്ലെന്നു, അടിപൊളിയെന്ന് തോന്നി. ഇതാണപ്പോൾ ഓരോ കാർഡ്, മുഹബത്ത് കാറ്ററിംഗ് സർവീസ്. അപ്പോൾ ആർക്കെങ്കിലും കല്യാണം സൽക്കാര പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളിട്ടോ. സംഗതി ഫുഡ് വെപ്പ് ഒരു വേറെ തന്നെ ലെവലാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ.